അച്ഛൻ ഐജിയെ പരിചയമില്ലേ? ഉണ്ട്. എനിക്ക് ഉടനെ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. ഞാനൊരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതില് ഉടനെ ആക്ഷൻ എടുക്കാൻ പറയണം. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ തന്ന ആഭരണങ്ങളില്ലേ? അതെ. അത് പോയി. ഒരുത്തൻ അടിച്ചോണ്ട് പോയി. വീട്ടില് വെച്ച പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് ലോക്കറിൽ വെക്കാൻ പോയതാ. കാറിന്റെ ഡ്രൈവർ അത് എടുത്തോണ്ട് പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇന്ന് തന്നെ അത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവിടെ വീട്ടിൽ വെച്ചാ പോരായിരുന്നോ? നീ എന്ത് മണ്ടത്ര മോളെ കാണിച്ചത്? അത് എത്ര പവനുണ്ടെന്ന് അറിയോ നിനക്ക്? ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്നോടാരാ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞത്? കൂട്ടിനാരെങ്കിലും വിളിക്കായിരുന്നില്ലേ? തോന്നിയില്ല. വേദാ, ഇതിന്റെ പേര് അഹങ്കാരം. അഹങ്കാരത്തിലുള്ള ശിക്ഷയാണ് നിനക്ക് ഇപ്പൊ കിട്ടിയത്. എന്നെ ക്രോസ് വിസ്താരം ചെയ്ത് നിൽക്കാതെ വേഗം ഐജിയെ വിളിക്കാൻ നോക്ക്. മോളിന്നൊരു പ്രഷർ ഉണ്ടെങ്കിലേ അന്വേഷണം കാര്യക്ഷമമായിട്ട് നടക്കൂ. കല്യാണത്തിന്റെ ആദ്യ ദിവസം തന്നെ മോഷണം, അതും ആഭരണം. അപശകുനാണല്ലോ മോളെ. ഓ, ഇനി അതുകൂടി എഴുന്നള്ളിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പോലീസ് എന്തായാലും അവനെ കണ്ടുപിടിക്കും. പിടിക്കും. അതും പ്രതീക്ഷ എന്റെ മോൾ അവിടെ ഇരിക്കുകയുള്ളൂ. പോവാനുള്ളതങ്ങ് പോയി. ആ, പോയെങ്കി പോയി. എന്റെ ജീവിതമേ പോയി. അതിലും വലുതല്ലല്ലോ സ്വർണം. ഒരു വീക്ക് വെച്ചെന്നുണ്ടല്ലോ. എന്നീ നിഷേധം അവസാനിപ്പിക്കുന്നു അന്നേ നീ നന്നാവുള്ളൂ. ഈ വിവരം ഗിരിയുടെ വീട്ടിൽ അറിഞ്ഞോ മോളെ? ഇല്ല, ഞാൻ നേരെ ഇങ്ങോട്ടാ പോകുന്നത്. അറിയിക്കണ്ടേ അവരെ? എന്തിന്? എന്റെ ആഭരണം പോയത് അവരെന്തിനാ അറിയുന്നത്? അവരറിയണ്ടേ മോളെ? അവിടെയല്ലേ ഇനി നിന്റെ വീട്? അതൊക്കെ പഴയ കോൺസെപ്റ്റാമേ. എനിക്ക് ആ വീട് ഒരിക്കലും എന്റെ വീടായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഏത് നിമിഷവും ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. അതിനുവേണ്ടിയാണോ വാശി പിടിച്ച് നീ കല്യാണം നടത്തിയത്? കല്യാണം നടത്തിയത് അതിനു വേണ്ടിയൊന്നുമല്ല. അതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. അതൊന്നും ചർച്ച ചെയ്യാനുള്ള സമയമല്ലിപ്പോ. അച്ഛൻ ഐജിയെ വിളിക്ക്. അത് ഞാൻ വിളിച്ചോളാം. ഈ വാക്കെനിക്ക് വിശ്വസിക്കാലോ അല്ലേ? നീ പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യും. ആ സ്വർണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അത് നഷ്ടപ്പെട്ട നിനക്ക് നൊന്നില്ലെങ്കിലും എനിക്ക് നോവും. അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഗിരിയുടെ വീട്ടിൽ ആരോടും പറയണ്ട. അതെനിക്ക് കുറച്ചില്ല. എത്ര ലക്ഷം രൂപയുടെ മുതലാ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. വേദ, സ്വർണം കൊണ്ടുപോയി ബാങ്ക് ലോക്കറിൽ വെച്ചോ? അതിനല്ലേ ഇവിടുന്ന് പോയത്? ആ, പോയത് അതിന് തന്നെയാ. വെച്ചോന്നാ ചോദിച്ചത്. അതെന്തിനാ നീ അറിയുന്നത്? ഒരു രസം. എന്റെ അനിയന്റെ ഭാര്യയുടെ പവൻ കണക്കിനുള്ള സ്വർണം ബാങ്ക് ലോക്കറിൽ ഇരിപ്പുണ്ടെന്ന് അറിയുന്നത് ഒരു അന്തസ്സല്ലേ? ഓർക്കുമ്പോ എന്തൊരു സുഖം കിട്ടുന്നറിയോ? അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. അത് നിന്റെ സ്വർണ്ണം അല്ല, എന്റെ സ്വർണ്ണോ. നീ എന്തെത്ര വൈകിയത്? വൈകി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? പോകുന്ന വഴിക്ക് വല്ല അപകടം ഉണ്ടായോ? എന്തപകടം? ഒന്നും ഉണ്ടായില്ല. ഇവിടെ വെച്ചാ ഇവിടെ ആരെങ്കിലും എടുക്കുന്നായിരുന്നല്ലോ നിന്റെ പേടി. മൊത്തത്തിൽ പോയപ്പോ സമാധാനമായില്ലേ? എന്ത് പോയി? ഗൗരി ഇവിടെ ഇല്ല. അവളുടെ മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് വാങ്ങാൻ യൂണിവേഴ്സിറ്റി പോയി. ഇന്ന് വരില്ല. നിനക്ക് ദൈവം തന്ന ശിക്ഷയടിയത്. പാവങ്ങളായി ഞങ്ങളെ അപമാനിച്ചതിന് കിട്ടിയ ശിക്ഷ. പോലീസില് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ? എന്ത് കംപ്ലൈന്റ്? എന്തിന്? എന്റെ വേദേ, ഇനിയും നീ മറച്ചു പിടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. സ്വർണം പോയിന്നുള്ള വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞു. അറിഞ്ഞോ? എങ്കിൽ കണക്കായി പോയി. എന്റെ സ്വർണ്ണമല്ലേ പോയത്. അതിന് നിങ്ങൾക്കെന്താ? കൊതി വന്നിട്ട് അത് പോയത്. നിന്റെയൊക്കെ ദൃഷ്ടിദോഷം.
വേദ എണീറ്റില്ലേ അമ്മേ? എവിടുന്ന്? ലക്ഷണം കണ്ടിട്ട് നേരത്തെ എണീക്കുന്ന ശീലമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഗിരി രാവിലെ തന്നെ എഴുന്നേറ്റ് ജോഗിങ്ങിന് പോയി. പാവം ഗിരി, ഇന്നലെ രാത്രി അവൻ നിലത്താ കിടന്നുറങ്ങിയത്. എന്തു ചെയ്യാനാ, പറ്റിപ്പോയി. ഇനി സഹിക്കണം. ചായ റെഡിയായോ? എനിക്ക് ഇത്രയും കടുപ്പം വേണ്ട. നാളെ ഉണ്ടാക്കുമ്പോ അത് ശ്രദ്ധിക്കണം. നേരത്തെ എണീറ്റ് വന്ന തനിയെ ചെയ്താൽ എന്താ വേദയ്ക്ക്? എന്തോ ഞാൻ അടുക്കളയിൽ കയറാനോ? അപ്പൊ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാനേ വീട്ടുജോലി ചെയ്യാൻ വന്നവളല്ല. സ്വാതി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ? അല്ല, ഒരു വീടൊക്കെ ആകുമ്പോ. വീടോ? ഇതോ? സോറി, എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ നിനക്ക് എങ്ങനെയാ തോന്നുന്നേ? ഞാനൊരു ഹോസ്റ്റലായിട്ട് ഇതിന് കാണുന്നേ. അല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാവുന്ന ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് കഴിഞ്ഞാ വന്നതുപോലെ ഞാൻ തിരിച്ചു പോവും. നിന്റെ ആ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ലെങ്കിലോ? എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി. എന്നോടൊടക്കാൻ വരല്ലേ? അല്ലെങ്കിലേ നിന്നെ കാണുന്നത് പോലെ എനിക്ക് അറപ്പാ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. മതി, രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ്. നിനക്ക് ചായ കിട്ടിയില്ലേ? അപ്പുറത്തേക്ക് പോകാൻ നോക്ക്. അങ്ങനെ മര്യാദയ്ക്ക് പറ. ഓർഡർ ഒന്നും എനിക്കിഷ്ടമല്ല. റിക്വസ്റ്റ്, അപേക്ഷ, അതാണ് എനിക്കിഷ്ടം. വേദ, അച്ഛൻ വന്നത് നീ കണ്ടില്ലേ? കണ്ടു. എന്നിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നേ? പിന്നെ എങ്ങനെ ഇരിക്കണം? തലയും കുത്തി നിൽക്കണോ? ആ കാൽ ഇറക്കി വെച്ച എന്താ? മൂത്തവരെ ബഹുമാനിക്കുന്നുണ്ട്. മുത്തൊന്നും പൊഴിഞ്ഞു പോവില്ല. എനിക്കിങ്ങനെയൊക്കെ പറ്റൂ. സൗകര്യം ഉണ്ടെങ്കിൽ സഹിച്ചാ മതി. അല്ല, നീ ഈ വീട്ടിലെ ആരാ? സദാചാര പോലീസോ? എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. അതിനുള്ള യോഗ്യത നിനക്കില്ല. ഒരു വീടാവുമ്പോ അവിടെ പാലിക്കേണ്ട പലതും ഉണ്ടായിരിക്കും. അറിയില്ലെങ്കിൽ അത് പറയേണ്ടിയും വരും. അപ്പ അസ്വസ്ഥതപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? നിന്റെ നാവിന്ന് നല്ല നടപ്പ് പഠിക്കേണ്ട ഗതികേട് എനിക്കില്ലെങ്കിലോ? നീയേ നിന്റെ ഭർത്താവിന്റെ വിശേഷം ഉണ്ടെങ്കിൽ അന്വേഷിച്ചാ മതി. ഇങ്ങോട്ട് വരണ്ട. വന്നാലുണ്ടല്ലോ. വന്ന നീ എന്ത് ചെയ്യും? ഇതേ എന്റെയും കൂടെ വീടാ. തെറ്റ് കണ്ട ഞാനത് പറയും. ഇപ്പോഴെന്നല്ല, എപ്പോഴും പറയും. ആരോടും പറയും. അതെന്റെ കടമയാ. സൗകര്യം ഉണ്ടെങ്കിൽ സഹിച്ചാ മതി. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നീ വേറെ ആളെ നോക്കിയാ മതി. ഇതേ സ്വാതിയാ, സ്വാതി. ഗിരി, കാര്യമൊക്കെ ശരിയാ. ഞാൻ ഈ വീട്ടിലൊരു അംഗമാ എന്ന് കരുതി എന്നെ ഭരിക്കാനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അവളാരാ എന്നോട് ഓരോന്ന് പറയാൻ? ഈ അവളെന്ന് പറഞ്ഞത് ആരെയാ? അവളില്ലേ, ആ തടിച്ചി. ഓ, ഏട്ടത്തി. നിങ്ങൾക്ക് അവളെ ഏട്ടത്തിയോ അമ്മയോ മറ്റാരെങ്കിലും ആയിരിക്കും. എനിക്ക് അവൾ ആരുമല്ല. ആരും അല്ലാന്ന് മാത്രമല്ല, എന്റെ നീലിനെ തട്ടിയെടുത്ത ദുഷ്ടയാ, എന്റെ ശത്രു. വിവരദോഷം മാത്രം പറയുന്ന നാവാ നിനക്ക്. അതുകൊണ്ട് ഈ പറഞ്ഞത് ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് ആരുടെ ഓശാരമൊന്നും വേണ്ട. മര്യാദയ്ക്ക് നിന്നാ അവരവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം കാണേണ്ടി വരും. ഇതില് കൂടുതല് ഇനി എന്ത് കാണാനാ ഉള്ളത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ എഴുന്നേക്കും. മതി. എഴുന്നേറ്റില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മൂത്തവരെ ബഹുമാനിക്കാനൊന്നും എനിക്ക് പറ്റിയെന്ന് വരില്ല. നീ ബഹുമാനിക്കണ്ട, അതിനു പകരം അപമാനിക്കരുത്. ചെല്ല് ചെല്ല്, ഇപ്പൊ വരും.
വേദ, വന്ന് ഭക്ഷണം കഴിക്ക്. ഇല്ല. മോളെ, നിന്റെ അമ്മയെ പറയുന്നത്, വന്ന് കഴിക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അമ്മമാർക്ക് മക്കളോടാ സ്നേഹം വേണ്ടത്, ജോലിക്കാരികളോടല്ല. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായിന്നാ? ഒന്നും ഉണ്ടായില്ല. ഉണ്ടെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നില്ല. ശരീരത്തിന് മാത്രമേ വളർച്ച കൂടുതലുള്ളൂ. അതിനനുസരിച്ചുള്ള കാഴ്ച നിനക്കില്ല. എത്ര നേരം വെച്ചാ നീ പട്ടിണി ഇരിക്കാൻ പോകുന്നത്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾ ആ ജോലിക്കാരിയുടെ കാര്യം പോയി നോക്ക്. അവര് കഴിച്ചോ കുളിച്ചോ എന്നൊക്കെ അന്വേഷിക്ക്. എന്നെ വിട്ടേക്ക്. അമ്മയോട് സംസാരിക്കുമ്പോ കുറച്ചും കൂടി ബഹുമാനമൊക്കെ ആവാം. അമ്മയോ? ഏതമ്മ? എന്റെ അമ്മയല്ലാതെ വേറൊരു സ്ത്രീയെ അമ്മയുടെ സ്ഥാനത്ത് കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അമ്മയെ സോപ്പിടാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? എന്നെ ഒന്നിനും പ്രതീക്ഷിക്കണ്ട. നീ ഇങ്ങനെ പട്ടിണി കിടന്നാ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? പട്ടിണി കിടക്കാനോ? ഞാനോ? അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. ഞാൻ പറഞ്ഞതേ, അവളെ പറഞ്ഞു വിടാതെ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്നാ. അതിനർത്ഥം പട്ടിണി കിടക്കൂന്നല്ല. ആ, എത്തിയോ? കുറച്ച് ലേറ്റായി പോയി. എത്രയായി? 240 മാഡം. ദാ. താങ്ക് യു മാഡം. ദാ, ഇത് കണ്ടോ? ഓർഡർ ചെയ്ത് വരുത്തിയതാ. അവളെ പറഞ്ഞു വിടുന്നത് വരെ ഇങ്ങനെയായിരിക്കും എന്റെ ഭക്ഷണം. അതൊക്കെ എന്തിനാ വേദ ഇവരോട് വിശദീകരിക്കാൻ പോകുന്നേ? നമുക്കിത് കഴിക്കാം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ വേദയ്ക്ക്? ഇവിടെ ഭക്ഷണം ഉള്ളപ്പോ പുറത്തുനിന്ന് വരുത്തി കഴിക്കാന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്ക് എന്തുമാത്രം നാണക്കേടാണെന്ന് അറിയോ? അറിയില്ല. നാണക്കേട് തോന്നുന്നുണ്ടെങ്കിലേ സ്വയം അങ്ങ് സഹിച്ചാ മതി. അഹങ്കാരോ നീ കാണിക്കുന്നേ? ഇതിനുള്ള തിരിച്ചടി നിനക്ക് കിട്ടും. പോടി മുമ്പിന്ന് പേടിപ്പിക്കാൻ വരുന്നു. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. വെള്ളം ഇറക്കി നിൽക്കാതെ അങ്ങോട്ടെങ്ങാനും പോയിരിക്കെ. ഞങ്ങൾ ഈ ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ. വാ മോളെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിന് 7 അയലത്ത് വരില്ല വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്. അതിനനുസരിച്ച് കാശ് കൊടുക്കേണ്ടി വരും. അത് ശരിയാ. എന്തു വേണം? ഞാൻ വേണമെങ്കിൽ അപ്പിയരെ കാല് പിടിക്കാം. ഈ സമരം ഒന്ന് അവസാനിപ്പിച്ചു തരണം. സമരോ? ഓ, അങ്ങനെ. സൗകര്യം ഇല്ലെങ്കിലോ? നീ ഇവിടുന്ന് പോണം. എങ്കിലേ ഞാൻ അടങ്ങും. പോവാൻ മടിയുണ്ടായിട്ടൊന്നും അല്ല അപ്പി. ചേച്ചി എന്നെ വിടണില്ല. മാത്രമല്ല, ഈ വീടുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമാണ് ഉള്ളത്. ഇവിടുന്നാണെങ്കിൽ എനിക്ക് പോവാനും തോന്നണില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇനി ഒരിക്കലും മോളോട് സംസാരിക്കാൻ പോലും വരൂല. നോക്ക്, മുന്നിൽ പോലും വരൂല. മോള് ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചേരെ. നടക്കില്ല. പിന്നെ ഈ മോളെ എന്നുള്ള വിളി എനിക്ക് തീരെ ഇഷ്ടമല്ല. കണ്ണി കണ്ട വേലക്കാരികളൊക്കെ എന്നെ കയറി മോളെ എന്ന് വിളിക്കണ്ട. നീ പോവും വരെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞതാ. അയ്യോ, അങ്ങനെ പറയരുത്. ക്ഷമിക്കണം. ഇത് വലിയ കഷ്ടമായല്ലോ. അമ്പിളി, നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മാപ്പ് പറയാൻ വന്നതാ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്ഷമിക്കുന്നങ്ങ് പറഞ്ഞാ മതിയല്ലോ. അത് പക്ഷെ വേദയുടെ അടുത്ത് നടക്കില്ല. അമ്പിളി ഇവിടെ ജോലിക്ക് വെച്ചതാരാ? ചാച്ചി. അപ്പോ അമ്പിളി ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള അധികാരം ആർക്കാ? ചാച്ചിക്ക്. ആണല്ലോ. എങ്കി നിന്നെ പറഞ്ഞു വിടാനുള്ള അധികാരമുള്ള ഈ ഞാൻ പറയുന്നു, നീ എങ്ങോട്ടും പോണ്ടെന്ന്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോടും മാപ്പും പറയണ്ട. മനസ്സിലായോ? എന്നാ അപ്പുറത്തേക്ക് ചെല്ല്. ശരി ചേച്ചി. സൗകര്യം ഉണ്ടെങ്കിൽ നീ ഈ വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ മതി. ഇതാണോ നിങ്ങളുടെ തീരുമാനം? അതെ. ഈ തീരുമാനം നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചത് ആരാണെന്നൊക്കെ എനിക്കറിയാം. വാശിയാണെങ്കി എനിക്കും വാശിയാ. നമുക്ക് നോക്കാം അവസാനം ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. ആര് ജയിച്ചാലും നീ തോക്കും. എന്നെ കള്ളിയാക്കിയതിന് മോൾ അനുഭവിക്കും. നോക്ക്, മനസ്സുരുവി ശപിച്ചിട്ടാ ഞാൻ പോണത്.
അനുഭവിക്കും. പിന്നെ അവള് ശപിച്ച് ഏൽക്കാൻ പോവല്ലേ? എന്താ ഏൽക്കാത്തത്? മനസ്സുരുക്കി ആര് ശപിച്ചാലും അത് ഏൽക്കും. ഓ, അതിനെ മഹർഷിയൊന്നും ആവണമെന്നില്ല. നിന്നെ ഇപ്പൊ ആരെയും കൂട്ടി വിളിച്ചത്? ഇതേ എന്റെയും കൂടെ വീടാ. വിളിക്കണ്ട, എനിക്കിവിടെ ഏത് മുറിയിലും വരാൻ. വന്നത് ഏതായാലും നന്നായി. ഇപ്പം മനസ്സിലായല്ലോ വേദയുടെ ശക്തി. 24 മണിക്കൂറിനുള്ളിൽ അവളെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? ആര് പറഞ്ഞത് ശരിയായി? ചതിച്ചല്ലേ നീ അത് നേടിയത്? എനിക്ക് മാർഗമല്ലടി, ലക്ഷ്യമാണ് പ്രധാനം. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചില്ലേ? അതുകൊണ്ട് ഉടക്കാൻ വരുമ്പോ സൂക്ഷിക്കണം. അടുത്ത ഇര നീയാ. എനിക്കൊരു പേടിയുമില്ല. ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടേ അതിൻ്റെതായ രീതിയിൽ അതിനെ നേരിടാനും ഞാൻ തയ്യാറാ. അപ്പൊ കാത്തിരിക്ക്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുട്ടാം. അവളെ ഒന്ന് പേടിച്ചിട്ടുണ്ട്, അതാ ഇപ്പൊ വന്നത്. പേടിക്കണമല്ലോ. എന്തായിരുന്നു ആ ജോലിക്കാരെ രക്ഷിക്കാൻ എല്ലാരും കൂടി കാണിച്ചു കൂട്ടിയത്? എന്നിട്ട് എന്തായി? ഇനി വേദയുടെ കാലമാ വരാൻ പോകുന്നത്. എന്ന് വെച്ചാ നമ്മുടെ കാലം. അതെ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? ഒന്നും പറയണ്ട, കാലിന് ഒരു ആദിവാസി ചികിത്സ എന്ന് പറഞ്ഞു പോയതാ അങ്ങ് തിരുനെല്ലിയിലേക്ക്. ആ വല്യച്ഛന്റെ വിവരം അറിയുമ്പോ ഞാൻ ചികിത്സയില്ല, പോരാൻ പറ്റുന്നൊരു അവസ്ഥ ആയിരുന്നില്ല. എന്നിട്ട് മാറ്റമുണ്ടോ? എവിടെ, എല്ലാം പഴയ പോലെ തന്നെ. പിന്നെ എന്റെ കാശും കുറെ പോയി. മോനെ, ആദ്യം ചികിത്സ ഭരിക്കുന്ന വിശ്വാസം അവന് തന്നെ ഉണ്ടാവണം, എന്നാലേ ഏത് ചികിത്സയും ഭരിക്കും. അത് ശരിയാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വരട്ടെ, വേറൊരു കാര്യം പറയാനാ ഇപ്പൊ ഞങ്ങൾ വന്നത്. ഇനി മുതൽ ഈ വീട്ടിൽ ദാ ഇവനും ഉണ്ടാവും. നിങ്ങൾ 2 സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ. കാലമാണെങ്കിൽ വളരെ മോശവും. ഓരോ ദിവസവും എന്തൊക്കെ വാർത്തകളാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആവതില്ലെങ്കിലും ആണായിട്ട് ഒരാളുണ്ടായിരിക്കുന്നത് നല്ലതാ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അല്ലേ അമ്മേ? അതെ, ഞങ്ങൾക്കൊരാശ്വാസമാ. അതെ, എടുത്തയാടി ഒരു തീരുമാനം പറയാൻ വരട്ടെ. എന്റെ പരിമിതികൾ അറിയാമല്ലോ. വീട്ടിലായിരുന്നപ്പോ അമ്മയായിരുന്നു തുണ, പിന്നെ സ്വാതി. ഞാൻ ഈ ഡ്രസ്സൊക്കെ അലക്കി തരുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. അതൊക്കെ ചെയ്തു തരാൻ തയ്യാറാണെങ്കിൽ മാത്രം ശരിയെന്ന് പറഞ്ഞാൽ മതി. ഇനി ഞങ്ങളിവിടെ ഒന്ന് പറഞ്ഞതല്ലേ, എങ്ങനെ പറ്റില്ല എന്ന് പറയും എന്നൊന്നും ചിന്തിക്കരുത്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയണം. ഏയ്, അവർക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലോ. അതല്ലച്ച, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പൊ സമ്മതം പറഞ്ഞിട്ട് പിന്നീട് ഞാനൊരു ശല്യമായെന്ന് തോന്നരുത്. അതൊന്നും ഉണ്ടാവില്ല. പുറംപണിക്ക് എന്തായാലും ഇവിടെ ഒരാൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഡ്രസ്സ് അലക്കുന്ന കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്കും രാഹുലേട്ടൻ ഇവിടെ ഉണ്ടാവുന്ന ഒരു ഹെൽപ്പാ. അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് പഴയതുപോലെ പുറത്തിറങ്ങി നടക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. രാഹുലേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ നോക്കി ഇറങ്ങാം. മോളെ, ആ കട നീ നോക്കി നടത്തണം. പകല് മാത്രം പോയിരുന്നാ മതി. വൈകിട്ട് 5 മണിയാകുമ്പോ അടയ്ക്കാം. എല്ലാവരും ഓർഡർ ആക്കണം. അയ്യോ, ഇത്ര പെട്ടെന്ന് അലക്കി കഴിഞ്ഞോ?
നീ മിടിക്കുകയാണല്ലോ. ഇടുക്കി എന്റെ നടു ഒടിഞ്ഞു. പരിചയമില്ലാത്തതിന്റെയാ. 1-2 ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. ശരിയാവും ശരിയാവും. ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ഞാൻ പോസ്റ്റർ ആവും. എന്നുവെച്ചാ എന്ന് വെച്ച് ഞാൻ ചാകൂന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ചത്ത ആരാ പിന്നെ എനിക്കൊരു സഹായത്തിന്? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എനിക്ക് എന്തെങ്കിലും പറ്റിയാ വേദ ആരും സഹായിക്കൂന്ന്. പ്രോബ്ലം ആണ്. ഒരാള് സഹായത്തിനുണ്ടാവില്ല. ഞാൻ കുടുങ്ങും. എങ്കിലേ കുടുങ്ങാൻ തയ്യാറായിക്കോ. ഒരാഴ്ചത്തേക്ക് ഞാൻ വല്ല ഒഴിച്ചിൽ കേന്ദ്രത്തിൽ കിടക്കാൻ പോവാ. ഓ, എന്റെ നടു തിരുമ്മി ശരിയാക്കില്ലെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും തോന്നുന്നില്ല. നീ ഇത് കുടിക്ക. എനിക്കൊന്നും വേണ്ട. കുടിക്ക ഗൗരി, സ്നേഹം കൊണ്ട് തരുന്നല്ലേ. അയ്യോ, എന്താ തീരുമാനം? എന്ത്? ജോലിക്കാരുടെ കാര്യം എന്തായിന്ന്? അച്ഛൻ നോക്കുന്നുണ്ട്. കിട്ടണ്ടേ? കിട്ടിയില്ലെങ്കി അതൊരു വലിയ പ്രശ്നമാ. കിട്ടിയില്ലെങ്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കരുതിയത് ഓടി ചെല്ലുമ്പോഴേക്കും ജോലിക്കാരികളെ കിട്ടൂന്നാ. എവിടെ? ഒരാളും തയ്യാറല്ല. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ജോലി ചെയ്യേണ്ടി വരുമെന്നാണോ പറയുന്നേ? എന്നെ സഹായിക്കാൻ എനിക്ക് വയ്യ എന്റെ വേദേ. അലക്കി കഴിഞ്ഞപ്പോ എന്റെ നടുവൊന്ന് ഉളുക്കി. ഇനി ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വേദയുടെ കാര്യങ്ങൾ വേദ തന്നെ ചെയ്യേണ്ടി വരും. അയ്യോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ, എന്നാലേ ഞാനൊരു വഴി പറയട്ടെ. നമുക്ക് അമ്പിളിയെ തന്നെ തിരിച്ചു വിളിച്ചാലോ? ആ കള്ളിയോ? കള്ളിയല്ലല്ലോ, നമ്മള് കള്ളി ആക്കിയതല്ലേ. അവള് വരാതെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ നമ്മള് പെട്ടുപോവും. വേദേ, കൂടുതലൊന്നും ആലോചിക്കാനില്ല. അവളുള്ളപ്പോ സമയാസമയം ടേബിളിന്റെ മുമ്പിൽ ചെന്ന് ഇരുന്നാ മതിയായിരുന്നു. നല്ല വായ്ക്ക് രുചിയുള്ളത് വെട്ടി വിഴുങ്ങുമായിരുന്നു. ഇതിപ്പോ അവളെ വിളിക്കാം, അല്ലാതെ മറ്റൊരു വഴിയില്ല. പറഞ്ഞു വിട്ടവളെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാ നമ്മള് തോറ്റതുപോലെയാവും. എന്നാലും സാരമില്ല, അല്ലെങ്കിൽ പട്ടിണിടുന്ന് ചത്തുപോവും. അതിലും ഭേദമല്ലേ അവളെ തിരിച്ചു വിളിക്കുന്നത്. ഞാൻ വല്യമ്മയോട് പറയാൻ പോവാ. വേദ സമ്മതിച്ചില്ലെങ്കിൽ ഞാനത് ചെയ്യും. എനിക്കിനി പണിയെടുക്കാൻ വയ്യ. വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ അല്ലാതെ എന്ത് ചെയ്യും? പറഞ്ഞു. വല്യമ്മേ, നമുക്കേ ആ അമ്പിളി അങ്ങ് തിരിച്ചു വിളിച്ചാലോ? വല്യമ്മേ, വല്യമ്മൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തു പറയാനാ? അമ്പിളിയെ പറഞ്ഞുവിടാൻ അവൾക്കായിരുന്നല്ലോ നിർബന്ധം. ഇനി വിളിച്ച ആരെങ്കിലും വരുമോ? പിന്നെ അവൾ അവിടെ പോവാൻ? ഇവിടെ ജോലി ചെയ്യാനായിരുന്നല്ലോ അവൾക്ക് ഇഷ്ടം. ആർക്കായാലും ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ മോളെ? കട്ടൂന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് ഇറക്കി വിട്ടത്, അറിയാലോ. ഷോ, എന്റെ വല്യമ്മ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നിനക്കത് കഴിഞ്ഞ കാര്യ, പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. അല്ല വല്യമ്മേ, നമുക്കൊന്നും കൂടി ചോദിച്ചു നോക്കിയാ. അവളുമായിട്ട് സംസാരിച്ചോ? വേണമെങ്കിൽ ശമ്പളത്തിലൊരു 1000 രൂപ കൂട്ടിക്കൊടുക്കാം. ശമ്പളമൊന്നും കൂട്ടിക്കൊടുക്കണ്ട. അമ്പിളി ചേച്ചി വരും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ചേച്ചി ഇവിടെ നിന്ന് ആരാണോ ഇറക്കി വിട്ടത് അവരെ വിളിച്ച് സംസാരിക്കണം. ഇറക്കി വിട്ടത് നമ്മളെല്ലാരും കൂടിയല്ലേ? നമ്മളെല്ലാരും കൂടിയല്ല, നീ ഒറ്റയ്ക്കാ. നീ വിളിക്കണം, വിളിച്ച് വരാൻ പറയണം. എന്നാലേ വരൂ. മനസ്സിലായി? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. എന്നെ ചീത്ത പറയാനാ വിളിക്കാൻ പറയുന്നത്. ആയിരിക്കാം. സത്യം പറ, ഈ ബുദ്ധി അവളുടേതാണോ അതോ നിന്റേതാണോ? നിനക്ക് എന്ത് തോന്നി? എന്നെ നാണം കെടുത്താൻ കിട്ടുന്ന ഓരോ അവസരവും കളയുന്നവളല്ലോ നീ. ഇത് നല്ലൊരു അവസരമല്ലേ? ഇതിന്റെ പേരാണ് കോംപ്ലക്സ്. നിന്നെ നാണം കെടുത്തിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? നീ ചെയ്തതിന്റെ തിരിച്ചടി അതാ നീ ഇപ്പൊ അനുഭവിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. നീൽ മഹേഷ് നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ ഡയറക്ടർ അല്ലേ? അതെ.
എന്റെ പേര് വേദ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആ വരൂ, ഇരിക്കൂ. ആ പറയൂ, എന്താ കുട്ടിക്ക് പറയാനുള്ളത്? ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാ സർ നീലിനൊരു അവസരം കിട്ടുന്നത്. ഉം. പണ്ട് 3-4 അവസരങ്ങൾ കിട്ടിയതാ. അതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ചില അസൂയക്കാര് അത് നീലിന് ഭാഗ്യമില്ലാത്തതുകൊണ്ട് പോയതാണെന്ന് പറയും. നീൽ മഹേഷ് അൺലക്കി ആയൊരു നടനാണെന്ന് പറയും. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാ അത് വിശ്വസിക്കരുത്. മനസ്സിലായില്ല. ഓരോ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോഴും നീല് വിചാരിക്കും തന്റെ അവസരം വന്നൂന്ന്. പക്ഷേ നീലിനെ ഒരു പടത്തിൽ ഫിക്സ് ചെയ്തോ ആ പടം ഒന്നുകിൽ തുടക്കത്തിലെ മുടങ്ങും, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു മുടങ്ങും. അതൊക്കെ നീലിന്റെ ഭാഗ്യക്കേടാന്ന് പറഞ്ഞാ എങ്ങനെയാ സാർ അത് ശരിയാവുന്നത്? സിനിമയിൽ എത്ര പേര് അഭിനയിക്കുന്നു, എന്നാലും കുറ്റം നീലിന് മാത്രം. നീലാണല്ലോ ഹീറോ. ഹീറോയുടെ പേരിലാണല്ലോ ഒരു പടം അറിയപ്പെടുന്നത്. ആ അതൊക്കെ ശരിയാ. ഞങ്ങളൊരു പ്രശ്നം വെച്ചിരുന്നു. നോക്കിയപ്പോ ചില്ലറ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു ഉം. ജാതകത്തില്. അതിന് പരിഹാരവും ചെയ്തു. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിനു മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നോ? അതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ സാർ? ഞാനിത് നേരത്തെ വന്ന് പറഞ്ഞത് നിങ്ങളൊരു നെഗറ്റീവ് തീരുമാനവും എടുക്കരുതെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയാ. കുട്ടി നീലിന്റെ ആരാ? സഹോദരന്റെ ഭാര്യയാ. ഉം. നീലൊരു നടനായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ് സാർ. ഏതായാലും ഇതൊക്കെ ഒന്ന് പറഞ്ഞതില് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, വേണ്ട ചെയ്തോളാം. വലിയ ഉപകാരം സാർ. ഉം. പിന്നെ ഞാനിവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഒരു കാരണവശാലും നീല അറിയരുത്. എന്നെ കൊന്നുകളയും. ആരും അറിയില്ല. കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ. ഉം. ഉം. ചെക്ക്. ഷോ പെട്ടല്ലോ. അതാണ് വേദ. എന്താണ് കൂടുന്നോ കളിക്കാൻ? ഈ കളിയില് നിനക്കിനെ തോൽപ്പിക്കാൻ പറ്റില്ല. നീ എന്തിനാ ആ പാവത്തിന്റെ സ്വപ്നം തകർത്തത്? ഏത് പാവം? എന്ത് സ്വപ്നം? ഏട്ടനെ സിനിമയിൽ നിന്ന് മാറ്റി. ആ ചെക്കും തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഏട്ടന് ഭാഗ്യമില്ല അത്ര. എനിക്ക് ഉറപ്പാ നീ ആയിരിക്കും അത് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവുകയെന്ന്. നീയാ എല്ലാം കലക്കിയത്. ഞാനോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ പറയുന്നത്? നിനക്ക് തെറ്റിയതാ. എനിക്ക് തെറ്റില്ല. നിന്റെ അസൂയ, എന്നോടും ഏട്ടനോടുമുള്ള പക, അതാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. എന്താ തെളിവ്? നിന്റെ കയ്യില് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരാരോപണം ഉന്നയിക്കുമ്പോ തെളിവ് വേണം. ഞാനാണ് നീലിന്റെ സിനിമ മുടക്കിയതെന്ന് നീ പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാ നീ അങ്ങനെ പറഞ്ഞത്? സിനിമയുടെ ഡയറക്ടർ നിന്നോട് പറഞ്ഞോ? പ്രൊഡ്യൂസർ നിന്നോട് പറഞ്ഞോ? വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. നീയാണ് മുടക്കിയതെന്ന് ഞാൻ തെളിയിച്ചാലോ? എങ്ങനെ തെളിയിക്കും? തെളിയിച്ചാലോ? എനിക്ക് സിനിമ മുടക്കേണ്ട ഒരാവശ്യമില്ല. വേദ അങ്ങനെ ഒന്നും ചെയ്യില്ല. നീല രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ വേദ. നീ മിണ്ടരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നോ? ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ഞാൻ നിന്നോട് ഗുസ്തി പിടിക്കാനൊന്നുമില്ല. നീലിന് സമയമായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് മുടങ്ങി. നേരത്തെ മുടങ്ങിയിട്ടുണ്ടല്ലോ, അത് ഞാൻ കാരണമാണോ? പണ്ടത്തെ പോലെ അല്ല. ഇതെല്ലാം ശരിയായതാ. അഡ്വാൻസും കിട്ടിയതാ. അപ്പോഴാ ഇങ്ങനെ ഒരു തടസ്സം. അതിന് എന്റെ നെഞ്ചത്തേക്ക് കുതിര കയറിയിട്ട് എന്താ പ്രയോജനം? അല്ലെങ്കിലും നിന്നെ കെട്ടിയതോടെ നീലിന്റെ ലൈഫ് കഴിഞ്ഞു. എടീ, ഭാര്യമാർക്ക് ഐശ്വര്യം വേണം, എങ്കിലേ ഭർത്താക്കന്മാർക്ക് നന്മ വരൂ. തോന്നിയാസം കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ? നിനക്ക് ധൈര്യമുണ്ടോ ആ ഡയറക്ടറുടെ മുമ്പിൽ എന്റെ കൂടെ വരാൻ? അവിടെ വെച്ച് ചോദിക്കാം. അപ്പൊ അറിയാലോ ആരാ ചെന്ന് പറഞ്ഞേന്ന്. പിന്നെ നിന്റെ സംശയം തീർക്കാൻ കണ്ണീ കണ്ടവന്മാരുടെയൊക്കെ മുമ്പില് വന്ന് നിക്കാൻ പോവല്ലേ ഞാൻ?